നമ്മളാദ്യം ഈ ക്വിസ്ലെറ്റിൻ്റെ ലിങ്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ലിങ്ക് എല്ലാവരും ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിങ്ങനെ ഒരു പേജാണ് കിട്ടുക. അതിൽ ഈ ഒന്നാമത് ഫ്ലാഷ് കാർഡാണ്. GL പിസ്തറിയാക്കരയിലെ ഫ്ലാഷ് കാർഡാണ്. കഥകളിയുടെ വിശേഷങ്ങൾ അറിയാൻ കഥകളിയിലൊന്ന് ടച്ച് ചെയ്താൽ മതി. ഇപ്പോൾ കഥകളുടെ രാജാവ് എന്നാണ് പഠിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം കിട്ടാൻ താഴെ ഒരു ആരോ മാർക്കുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സംഗീതത്തെക്കുറിച്ച് മാച്ച് ചെയ്യാൻ വേണ്ടി എഴുതിയത് എഴുത്തിനെ ക്ലിക്ക് ചെയ്ത് സാധിക്കുന്ന ആളാണ് സംഗീതത്തിൻ്റെ ആൾ. മൂന്നാമത് ഹാസ്യപ്രധാനമായ കല ഏതാണെന്ന് നോക്കിയാൽ ഓട്ടം തുള്ളലാന്ന്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നാലാമത് ലോകപ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയാണ്. ചാക്യാർ കൂത്തിനെ കുറിച്ച് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ ക്ഷേത്രകലയാണ്. അമ്പലവാസിയായ ഒരു ചാക്യാരാണ്. മിഴാവ് എന്ന വാദ്യോപകരണമാണ് ഉപയോഗിക്കുക. മാർഗ്ഗംകളിയെക്കുറിച്ച് എഴുതി അറിയാൻ വേണ്ടി മാർഗ്ഗംകളി തന്നെ ടച്ച് ചെയ്യുക. ക്രിസ്ത്യാനി വിഭാഗത്തിൻ്റെ കലയാണ്. പരമ്പരാഗത ക്രിസ്ത്യാനി വേഷം, തോമസ് ലീഹയുടെ ചരിത്രം പാട്ടിലൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാം. അങ്ങനെ ഈ ഓരോ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്താലും 11 ചോദ്യങ്ങളുടെ 11ാമത്തെ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടും. ഇതാണ് ഒരു കാര്യം ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ടാമത്തേത് നമുക്ക് ഫ്ലാഷ് കാർഡ് കഴിഞ്ഞാൽ പിന്നെ ലേൺ എടുക്കാം. ലേൺ എന്നുള്ളത് എടുക്കുമ്പം നമുക്ക് ചോദ്യങ്ങളായിട്ടാണ് വരുന്നത്. ഇസ്ലാം കലാരൂപം, പരമ്പരാഗത മുസ്ലിം വേഷം എന്നിവ ഉപയോഗിക്കുന്നത് ഏതിനാണ്? അപ്പം അതിൻ്റെ ഉത്തരം നമുക്ക് അറിയാം. കൂടിയാട്ടം, മാർഗ്ഗംകളി, ദഫ് മുട്ട്, ഒപ്പന. ദഫ് വരുന്നതുകൊണ്ട് തന്നെ ദഫ് മുട്ട് എന്നുള്ളത് കറക്റ്റ് ആൻസറാണ്. മറ്റേത് ക്ലിക്ക് ചെയ്താലും കഥകളി ഇപ്പം നമുക്ക് കലകളുടെ രാജാവാണെന്ന് അറിയാം. പക്ഷേ കഥകളിക്ക് ഞാൻ ഹാസ്യപ്രധാനമായ കല എന്നാണ് ടിക്ക് ചെയ്തെങ്കിൽ എന്ത് വരും? റോങ് ആൻസർ എന്ന് മേലെ കാണിക്കും. ഏത്? സ്റ്റഡി ദിസ് വൺ എന്ന് വെച്ചാൽ ഇത് പഠിച്ചോളൂ, ഇത് തെറ്റാണ്. കഥകളി കറക്റ്റ് ആൻസർ താഴെയുണ്ട്. കലകളുടെ രാജാവ്. യു സെഡ്, നിങ്ങളെന്താ എഴുതിയത്? ഹാസ്യപ്രധാനമായ കല എന്നുള്ളത് ഫീഡ്ബാക്ക് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ലേൺ എന്നുള്ള ആപ്പ്. ഇനി റൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷ തന്നെ വേണമെങ്കിൽ എഴുതാം. അതായത് റൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ചോദ്യം അവിടെയുണ്ട്. സ്ത്രീകൾ വൃത്താകൃതിയിൽ കൈകൊട്ടി കളിക്കുന്ന കേരളീയ വേഷമദേശ പുഷ്പം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് തിരുവാതിര എന്ന് എഴുതി കൊടുക്കാം. തിരുവാതിര മലയാളത്തിൽ എഴുതണമെന്നേ ഉള്ളൂ. തിരുവാതിര എന്ന് നിങ്ങളവിടെ എഴുതിയാൽ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഉത്തരം കറക്റ്റാണെങ്കിൽ കറക്റ്റ് എന്ന് വരും. നോക്കാം. ഞാനിവിടെ തിരുവാതിര എന്ന് എഴുതാൻ പോകുന്നു. തിരുവാതിര. ഓക്കെ. അപ്പോൾ എൻ്റെ ആൻസർ ശരിയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ ആൻസർ കറക്റ്റ് മേലെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? പച്ചയിൽ കാണുന്ന കറക്റ്റ് ആൻസറാണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം അവിടെ വന്നു. ഇസ്ലാം കലാരൂപം, പരമ്പരാഗത മുസ്ലിം വേഷം, ദഫ്. അപ്പോൾ ദഫ് മുട്ട് എന്ന് അവിടെ എഴുതുമ്പം തന്നെ മേലെ ആൻസർ കൊടുക്കുമ്പോൾ ഉണ്ടോ അതും കറക്റ്റ് കൂടി അല്ലേ? അപ്പോൾ അവിടെ എന്തായിരുന്നു? 9 എണ്ണം ബാക്കിയുണ്ട്. 9 റിമൈനിങ്. 2 എണ്ണം കറക്റ്റ് ഉണ്ട്. 11 ആദ്യമില്ല. അപ്പം സാധ്യതിരുന്നാൽ അപ്പം ഓരോന്നിനും എന്താണോ അപ്പുറത്ത്. ഇപ്പോൾ സംഗീതത്തിന് അപ്പുറം പഠിപ്പിച്ച സംഗീതം എന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ സംഗീതം എന്ന് മാത്രം ഇവിടെ കൊടുത്താൽ മതി. ആൻസർ കൊടുക്കുമ്പോൾ അതും വീണ്ടും കറക്റ്റിലേക്ക് പോയി. ഇങ്ങനെ പരീക്ഷ എഴുതാനാണ് ഈ ലിങ്ക് തന്നിരിക്കുന്നത്. ഇനി പിന്നെ നമുക്ക് ഇതിനകത്ത് അടുത്തുള്ള വെച്ചാൽ സ്പെല്ല് ചെയ്യേണ്ടതിൽ വേണ്ട, ടെസ്റ്റ് എടുക്കാം. ടെസ്റ്റ് എടുത്താൽ നമുക്ക് ഇവിടെ ഒരു ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ റിട്ടൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പം കൃത്യമായൊരു ഉത്തരം അവിടെ എഴുതിയാൽ മതി. മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നോക്കി ആൻസർ ചെക്ക് ചെയ്യാം. നോക്കി ഇനിയിപ്പം ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ മാച്ച് ദ ആക്ടിവിറ്റി വർക്ക് എന്ന് പറഞ്ഞാൽ ഗെയിമാണ്. ഈ ഗെയിമിൽ ഏതൊക്കെയാണ് ഇപ്പോൾ കുറേയാണ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് മാച്ച് ചെയ്യുന്നുള്ളത്? ഇപ്പോൾ ചാക്യാർ കൂത്ത് ഒന്ന് ടച്ച് ചെയ്തിട്ട് ചാക്യാർ കൂത്ത് ഏതുമായി ബന്ധപ്പെട്ടാണ്? അത് പിന്നെ ക്ഷേത്രകലയാണ്. അമ്പലവാസിയായ ചാക്യാരാണ്. മിഴാവെന്ന ഉപകരണം. ആ രണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അപ്രത്യക്ഷമായി. എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം മേലെ കൊടുത്തിട്ടുണ്ട് 16.8 എത്ര സമയത്ത് അതങ്ങനെ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ദഫ് മുട്ട് ക്ലിക്ക് ചെയ്ത് ദഫ് മുട്ടാകുമ്പം ദഫ് എന്നുള്ള ഉപകരണം അത് അപ്രത്യക്ഷമായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ഗെയിമായിട്ട് നമ്മൾ പഠിച്ചതിനെ കുറിച്ച് കളിക്കാനാണ്, ചെയ്ത് പഠിക്കാം. അതാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇനിയുള്ളൊരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് താഴത്തോട്ട് പോയാൽ ഈ ഇത്രയും എന്തുണ്ട് മാച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട് സ്റ്റഡീഡ് എത്രയാണെന്നൊക്കെ ഇതിനകത്ത് താഴോട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ഇത് നന്നായി ഉപയോഗിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റിംഗ് രീതി ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.